നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തര കേരളത്തിൽ, അതായത് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനും പിന്നിലായിരിക്കുമെന്ന ഭയമാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത്. സുനിൽ കനകോലു കൊടുത്ത റിപ്പോർട്ടിലടക്കം കോൺഗ്രസിന് ഉത്തര കേരളത്തിൽ ഗണ്യമായ തോതിൽ സീറ്റുകൾ കുറയുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അടിയന്തരമായി കോൺഗ്രസ് പുനഃസംഘടന നടത്തി അടിയന്തരമായി കോൺഗ്രസിൻ്റെ സംഘടനാ ശരീരത്തെ ചലിപ്പിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. മുസ്ലിം ലീഗിനും പിന്നിൽ കോൺഗ്രസ് വന്നാൽ പിന്നെ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി UDF-നും കോൺഗ്രസിലും ഉണ്ടാക്കും. അതുകൊണ്ട് എന്തു വന്നാലും സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസ് ലീഗിനും മുന്നിൽ നിൽക്കണം. ഉത്തര കേരളത്തിലെ അവസ്ഥയനുസരിച്ച് CPM 1-ാം സ്ഥാനത്തും മുസ്ലിം ലീഗ് 2-ാം സ്ഥാനത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്തുമായി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പലപ്പോഴും അതിനെ കോൺഗ്രസ് അതിജീവിക്കാറുള്ളത് മധ്യ തെക്കൻ കേരളത്തിൽ അവർക്ക് ലഭിക്കുന്ന സീറ്റുകൾ അനുസരിച്ചാണ്. എന്നാൽ മധ്യ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന്റെ പല കുത്തക മണ്ഡലങ്ങളിലും BJP സ്വാധീനം നേടിയതിനെ തുടർന്ന് ആ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ സീറ്റുകൾ. അതുകൊണ്ട് ഉത്തര കേരളത്തിൽ നിന്നുകൂടി BJPക്ക് അത്ര വലിയ സ്വാധീനമില്ലാത്ത ഉത്തര കേരളത്തിൽ നിന്നും കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10-ലധികം സീറ്റുകൾ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ ലീഗിനെ സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കവച്ചു വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് അവിടെ സീറ്റ് വർദ്ധിച്ചാൽ അത് കോൺഗ്രസിന് രാഷ്ട്രീയമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നു മാത്രമല്ല, ഇനിയെങ്ങാൻ 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ മുസ്ലിം ലീഗിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൈമാറേണ്ടി വരുമോ എന്നുള്ള ഭയം പോലും കോൺഗ്രസിനുണ്ട്. ഇതുണ്ടാവാൻ കാരണം എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ മധ്യ തെക്കൻ കേരളത്തിൽ BJP കടന്നു കയറുന്നു എന്നതാണ്. കോൺഗ്രസിന്റെ പല ഉറച്ച മണ്ഡലങ്ങളിലും ആറന്മുള അടക്കമുള്ള, തിരുവനന്തപുരം നേമം അടക്കമുള്ള, വട്ടിയൂർക്കാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ പഴയ വലിയ മണ്ഡലങ്ങളിൽ, വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP ഇപ്പോൾ കടന്നു കയറുകയാണ്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എത്ര കണ്ട് സീറ്റുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിക്കുമെന്ന കാര്യം ഇപ്പോൾ അവർക്ക് ഉറപ്പു പറയാൻ പറ്റുന്നില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ കോൺഗ്രസിന് സീറ്റുകൾ കൂടുതൽ ലഭിച്ചാൽ അത് തെക്കൻ കേരളത്തിലെ ഈ സീറ്റ് കുറയിലെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാം. പക്ഷേ ഇവിടെ സ്ഥിതി അങ്ങനെയല്ല. ഉത്തര കേരളത്തിൽ കോൺഗ്രസിന് ഗണ്യമായി സീറ്റ് കുറയുകയും എന്നാൽ മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ മുഴുവൻ ലീഗ് ജയിക്കുകയും ചെയ്താൽ CPM 1-ാം സ്ഥാനത്തും ലീഗ് 2-ാം സ്ഥാനത്തും കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തും വരും. ഉത്തര കേരളത്തിൽ 3-ാം സ്ഥാനത്ത് വന്നാൽ പിന്നെ മധ്യ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന് ലഭിക്കാവുന്ന സീറ്റുകൾ കിട്ടിയാൽ പോലും ഭരണത്തിൽ വരിക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇപ്പോൾ ലീഗിന് തങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമോ, അങ്ങനെ CPM-ഉം ലീഗും ഒരുമിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ഇപ്പോഴും കോൺഗ്രസിനെ അലട്ടുന്നത്.